നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നതിനായി നടത്തിയ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ 100ാം വാർഷികം വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ 100ാം വാർഷികം ടി.കെ. മാധവൻ നഗറിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെ വിമോചനത്തിന് വേണ്ടിയുള്ളതല്ല, അധികാരം അവരുടെ മീതെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഭരണാധികാരികൾ ധരിച്ചു വശായ ഒരു കാലം. ആ കാലത്താണ് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പുതിയ ടേണിംഗ് പോയിന്റ് തന്നെ നൽകിക്കൊണ്ട് മഹാത്മാഗാന്ധി ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. അതോടുകൂടി ഒരുപാട് കാഴ്ചപ്പാടുകളിലെല്ലാം കോൺഗ്രസിന്റെ സമീപനങ്ങളിലെല്ലാം ഒരുപാട് മാറ്റങ്ങളുണ്ടായി. നമുക്കറിയാം, അതിന് തൊട്ടു മുൻപാണ് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ശ്രീ ടി.കെ. മാധവൻ ഐത്തോച്ചാരണ പ്രമേയം അവതരിപ്പിച്ചു. ഐത്തോച്ചാരണ പ്രമേയം നൽകുന്ന സന്ദേശം ഉണ്ടായിരുന്നു, ഇത് കേവലം കോൺഗ്രസ് നടത്തുന്നത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടത്തുന്ന സമരമല്ല, മറിച്ച് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ നൂറ്റാണ്ടുകളോളം നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തുന്ന സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടിയിട്ടുള്ള പോരാട്ടമാണ് എന്നത് മാത്രം. നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയും അതോടൊപ്പം സാമൂഹ്യനീതിക്ക് വേണ്ടിയും കൂടി നടത്തിയ ഒരു സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. സമരനായകനായിരുന്ന ടി.കെ. മാധവൻ കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്തോച്ചാരണ പ്രമേയം അവതരിപ്പിച്ചു. ഇത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയ സമരമായിരുന്നില്ല, മറിച്ച് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തോടൊപ്പം നൂറ്റാണ്ടുകളോളം നീതി നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടിയും അതോടൊപ്പം സാമൂഹ്യ നീതിക്കു വേണ്ടിയും കൂടി നടത്തിയ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. നൂറ്റാണ്ടുകളോളം നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന സവർണ മേധാവിത്വവും ജാതി സമ്പ്രദായവും വർണ്ണവ്യവസ്ഥയ്ക്കും എതിരായിട്ടുള്ള ഒരു സമരമായിട്ട് അതിനെ മാറ്റിയെടുക്കുകയായിരുന്നു. ഗാന്ധിജിക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലെത്തിച്ചേരുമ്പോൾ മാത്രമേ രാജ്യത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലങ്ങൾ മാറുകയുള്ളൂ എന്നും അപ്പോൾ മാത്രമേ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയൂ എന്നും അദ്ദേഹത്തിന് ദീർഘവീക്ഷണമുണ്ടായിരുന്നു. അതായിരുന്നു ഐത്തോച്ചാരണ പ്രമേയത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. കെ.പി.സി.സി. വൈസ് പ്രസിഡന്റ് വി.പി. സജീന്ദ്രൻ എക്സ്-എം.എൽ.എയുടെ അധ്യക്ഷതയിൽ നടന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമര നേതാക്കളായിരുന്ന ടി.കെ. മാധവന്റെയും മന്നത്ത് പത്മനാഭന്റെയും തന്തൈ പെരിയോറിന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മജിയുടെയും പ്രതിമകളിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തി. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ മന്ത്രിയുമായ കെ.സി. ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. രാഷ്ട്രീയകാര്യ സമിതി അംഗവും സത്യാഗ്രഹ ശതാബ്ദി ആഘോഷ കമ്മിറ്റി കൺവീനറുമായ എം. ലിജു, കെ.പി.സി.സി. ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് പി.എസ്. സലീം, അഡ്വക്കേറ്റ് ജോസി സെബാസ്റ്റ്യൻ, ഡി.സി.സി. പ്രസിഡന്റ് നാട്ടകം സുരേഷ്, മോൻസ് ജോസഫ് എം.എൽ.എ, കെ.പി.സി.സി. സെക്രട്ടറി ഐ.കെ. രാജു, അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്, യു.ഡി.എഫ്. ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യൂസ്, കെ.പി.സി.സി. അംഗം മോഹൻ ഡി. ബാബു, യു.ഡി.എഫ്. കൺവീനർ ബി. അനിൽകുമാർ, ചെയർപേഴ്സൺ പ്രീത രാജേഷ്, ഡി.സി.സി. ഭാരവാഹികളായ അബ്ദുൾ സലാം റാവുത്തർ, പി. എൻ. ബാബു, ജയ് ജോൺ പേരയിൽ, അഡ്വക്കേറ്റ് എ. സനീഷ് കുമാർ, പി. വി. പ്രസാദ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ പി. ഡി. ഉണ്ണി, എം. കെ. ഷിബു, മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് പി. സിബിച്ചൻ, പി. കെ. ദിനേശൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിജയമ്മ ബാബു, യു.ഡി.എഫ്. ചെയർമാൻ പോൾസൺ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള.